നമസ്കാരം. യുഎഇയിൽ ഇന്ന് പുറത്തിറങ്ങിയ പ്രമുഖ ദിനപത്രങ്ങളിലെ തലക്കെട്ടുകളും വാർത്താ വിശേഷങ്ങളുമായി ഇന്നത്തെ പത്രം. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സുമാത്രയിലുണ്ടായ ഭൂചലനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ഇന്നത്തെ പത്രങ്ങളിലെ ഒന്നാം പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. സുമാത്രയിൽ വൻ കടൽ ഭൂകമ്പം, കേരളം നടുങ്ങി എന്ന തലക്കെട്ടോടുകൂടിയാണ് ഗൾഫ് മാധ്യമത്തിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഭൂകമ്പത്തെ തുടർന്ന് മക്കളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടുന്ന അമ്മയുടെ ചിത്രവും ഗൾഫ് മാധ്യമത്തിൽ നൽകിയിരിക്കുന്നു. 2.5 ലക്ഷത്തോളം മനുഷ്യജീവൻ അപഹരിച്ച 2004 സുനാമിക്കിടയാക്കിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തായി ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ ശക്തമായ ഭൂചലനം ലോകത്തെ ഭീതിയിലാക്കി. റിക്ടർ സ്കെയിലിൽ 8.7 രേഖപ്പെടുത്തിയ ചലനത്തെ തുടർന്ന് ഇന്ത്യയടക്കമുള്ള 28 രാജ്യങ്ങളിൽ സുനാമി ജാഗ്രത നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു എന്നും ഗൾഫ് മാധ്യമത്തിൽ നൽകിയിരിക്കുന്നു. ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമി ഭീതി എന്ന ക്യാപ്ഷനോടുകൂടിയാണ് സിറാജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. 2004 ഡിസംബർ 26 കറുത്ത ദിനം ഓർമ്മപ്പെടുത്തി ഇന്തോനേഷ്യയിലെ ബന്ദേ ആച്ചയിൽ ഇന്നലെയുണ്ടായ ശക്തിയായ ഭൂകമ്പവും സുനാമി മുന്നറിയിപ്പും രാജ്യത്തെയും ലോകത്തെയും പരിഭ്രാന്തിയുടെ മുൾമുനയിൽ നിർത്തി. കഴിഞ്ഞ സുനാമിയിൽ 10,000ങ്ങളുടെ ജീവനെടുത്ത സുമാത്ര ദ്വീപ് സമൂഹത്തിന് സമീപത്താണ് ഇന്നലെയും ഭൂകമ്പമുണ്ടായത് എന്നാണ് ആ വാർത്ത. അതേസമയം സുമാത്രയിൽ ഭൂചലനം, 28 രാജ്യങ്ങൾ സുനാമി ഭീതിയിലായി. കേരളത്തിലും നേരിയ ഭൂചലനം, സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിലും ഭൂചലനത്തെ തുടർന്ന് LIC കെട്ടിടത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു ചിത്രം നൽകിയിരിക്കുന്നു. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ ശക്തമായ തുടർ ഭൂചലനം. ബാന്ദേ ആച്ചെ തീരത്താണ് 8.6ഉം 8.2ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇതേ തുടർന്ന് 28 രാജ്യങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചെങ്കിലും അപകട സാധ്യതയില്ലെന്ന് കണ്ട് പിന്നീട് പിൻവലിച്ചു എന്നാണ് ആ വാർത്ത. ഇന്നത്തെ പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത അനൂപിന്റെയും മഞ്ഞളാംകുഴി അലിയുടെയും സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടതാണ്. 3 പത്രങ്ങളിലെയും ഇരുവരുടെയും ചിത്രസഹിതം തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അനൂപും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും, 5ാമൻ അലി എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഗൾഫ് മാധ്യമത്തിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങിയ കോൺഗ്രസ് 5ാം മന്ത്രിയെ അനുവദിച്ചു. ലീഗിന്റെ 5ാം മന്ത്രിയായി മഞ്ഞളാംകുഴി അലിയും പിറവത്ത് നിന്ന് വിജയിച്ച അനൂപ് ജേക്കബും വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10-ന് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നാണ് ആ വാർത്ത. എന്നാൽ അലിയും അനൂപും ഇന്ന് അധികാരമേൽക്കും എന്ന തലക്കെട്ടോടുകൂടിയാണ് സിറാജിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരുവരുടെയും ചിത്രവും നൽകിയിട്ടുണ്ട്. 5ാം മന്ത്രി എന്ന മുസ്ലിം ലീഗ് ആവശ്യത്തിന് മുന്നിൽ ഒടുവിൽ കോൺഗ്രസ് വഴങ്ങി. പല തലങ്ങളിലായി നടത്തിയ ചർച്ചകളിലൊന്നും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെ ഒരു മന്ത്രിസ്ഥാനം കൂടി നൽകാൻ ഇന്നലെ ചേർന്ന UDF കക്ഷി നേതാക്കളുടെ യോഗം തീരുമാനിക്കുകയായിരുന്നു. മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ്: അലിയും അനൂപും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം തന്നെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തങ്ങൾ എന്ന വാർത്തയും നൽകിയിരിക്കുന്നു. പുതിയ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് UDF കൈക്കൊണ്ടത് വളരെ നല്ല തീരുമാനമാണെന്നും ഇത് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഗൾഫ് മാധ്യമത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്ന മറ്റൊരു വാർത്ത ഇപ്രകാരമാണ്: ശെൽവരാജിന് പിന്തുണ, രാജ്യസഭാ സീറ്റുകൾ കോൺഗ്രസിനും മാണിക്കും. ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ UDFന് വിജയിക്കാവുന്ന 2 എണ്ണം കോൺഗ്രസും മാണി വിഭാഗവും പങ്കിടും. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ R ശെൽവരാജിനെ പിന്തുണയ്ക്കാനും ബുധനാഴ്ച ചേർന്ന UDF നേതൃയോഗത്തിൽ ധാരണയായി എന്നാണ് ആ വാർത്ത. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നത് സ്കൂൾ പ്രവേശ പ്രായം 5 തന്നെ. കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ സ്കൂൾ പ്രവേശ പ്രായം വർദ്ധിപ്പിക്കും വരെ കേരളത്തിൽ 5 വയസ്സ് തന്നെ തുടരും എന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കൂടാതെ ഗൾഫ് മാധ്യമത്തിലെ 1ാം പേജിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത: പാർട്ടി വിലക്കി, VS കൂടംകുളം യാത്ര മാറ്റി. CPM കേന്ദ്ര നേതൃത്വത്തിന്റെ വിലക്കിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആണവ നിലയ വിരുദ്ധ സമരം നടക്കുന്ന കൂടംകുളത്തേക്കുള്ള യാത്ര മാറ്റിവെച്ചു എന്നാണ് ആ വാർത്ത. ഇന്നത്തെ സിറാജിലെ ശ്രദ്ധേയമായ നിരീക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് KM അബ്ബാസ് ആണ്. അലിഞ്ഞു എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഇന്നത്തെ നിരീക്ഷണം നൽകിയിരിക്കുന്നത്. ലീഗിന് 5ാം മന്ത്രി ലഭിച്ചത് ഐക്യമുന്നണിയെ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കിയിരുന്നില്ലെങ്കിൽ ഐക്യമുന്നണിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമായിരുന്നു. ലീഗ് നേതൃത്വം ഐക്യമുന്നണിയിൽ ഒട്ടിനിൽക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചാൽ പോലും അണികൾ തെരുവിൽ ഇറങ്ങുമായിരുന്നു. 2 ദിവസമായി മലപ്പുറത്ത് നടന്ന നാടകീയ സംഭവങ്ങൾ അതിന്റെ സൂചനയായിരുന്നു. 5 4 വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാൻ നേതൃത്വം നിർബന്ധിതമാകുമായിരുന്നു. ഇത്രയും വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളിലെ 1ാം പേജിൽ ഇടം നേടിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ പത്രങ്ങളിലെ ഗൾഫ് വാർത്തകളിലേക്ക്.
ദുബായ് ഒരുങ്ങി രാജ്യാന്തര സമാധാന സംഗമത്തിന് ഇന്ന് ഉജ്ജ്വല തുടക്കം എന്നൊരു വാർത്ത മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിലാണ് നൽകിയിരിക്കുന്നത്. ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്നെത്തിയവർ മതവും വർണ്ണവും വർഗവും അതിരിടാതെ സമാധാനപൂർവ്വം പുലരുന്ന നഗരത്തിൽ രാജ്യാന്തര സമാധാന സംഗമത്തിന് ഇന്ന് കൊടിയേറും. തീവ്രവാദവും മതവിദ്വേഷവും കലുഷിതമാക്കിയ ലോകത്തിന് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ശാന്തിയുടെ സ്നേഹ സന്ദേശം തിരിച്ചു നൽകുകയെന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ത്രിദിന രാജ്യാന്തര കൺവെൻഷൻ ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പ്രമുഖ കാരിഖ് മിഷരി റാഷിദ് അൽ അഫാസിയുടെ ഖുർആൻ പാരായണത്തോടെയാണ് ആരംഭമാവുക എന്നാണ് വാർത്ത. ഒപ്പം തന്നെ ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിന്റെ ചിത്രവും നൽകിയിരിക്കുന്നു. അഗ്നിബാധ നിർമ്മാർജ്ജനം നിർദ്ദേശം ലംഘിച്ചാൽ പിഴ എന്നൊരു വാർത്ത സിറാജിലാണ് നൽകിയിരിക്കുന്നത്. അഗ്നിബാധ തടയുന്നതിന് നിർദ്ദേശിച്ച നടപടികൾ കൈക്കൊള്ളാത്ത സ്ഥാപന ഉടമകളിൽ നിന്നും പിഴ ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു എന്നാണ് വാർത്ത. 500 മുതൽ 2000 ദിർഹം വരെ പിഴ ഈടാക്കുമെന്നും കൂട്ടിച്ചേർത്തിരിക്കുന്നു. മറ്റൊരു വാർത്ത ഗൾഫ് മാധ്യമം ദിനപത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വനിതാ ജീവനക്കാരുടെ കുട്ടികൾക്ക് നഴ്സറി നടപടിയുമായി മന്ത്രാലയം. സർക്കാർ ഓഫീസുകളിലും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന വനിതകളുടെ കുട്ടികൾക്ക് വേണ്ടി നഴ്സറി സ്ഥാപിക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കാൻ നടപടി. ഇത് സംബന്ധിച്ച് 2006 19 നമ്പർ മന്ത്രിസഭാ തീരുമാനം നടപ്പാക്കാൻ രാജ്യത്തെ ബഹുഭൂരിഭാഗം സ്ഥാപനങ്ങളും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക ക്ഷേമ മന്ത്രാലയം രംഗത്ത് വന്നു. ഇതിന്റെ ഭാഗമായി ദേശവ്യാപക ക്യാമ്പയിൻ നടത്തും എന്നാണ് വാർത്ത. അബുദാബിയിൽ നിന്നും BS നിസാമുദ്ദീനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷാർജയിൽ പുതിയ ട്രീറ്റ്മെന്റ് പ്ലാൻ തുറന്നു എന്നൊരു വാർത്ത സിറാജിലാണ് നൽകിയിരിക്കുന്നത്. അൽമജാസ് മേഖലയിലെയും പരിസരങ്ങളിലെയും മലിനജലം ശുദ്ധീകരിക്കാനായി ഷാർജ മുനിസിപ്പാലിറ്റി പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ തുറന്നു. ഭൂമിക്കടിയിലാണ് പ്ലാൻ സ്ഥാപിച്ചിരിക്കുന്നതെന്നും പ്ലാന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദുർഗന്ധം ഉൾപ്പെടെയുള്ള യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്നും മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ സുൽത്താൻ അൽമുല്ല വ്യക്തമാക്കി എന്നാണ് വാർത്ത. മന്ത്രവാദികളെ കരുതിയിരിക്കണമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് എന്നൊരു വാർത്ത സിറാജിൽ നൽകിയിരിക്കുന്നു. നഗരത്തിലും പരിസരങ്ങളിലുമെല്ലാം മന്ത്രവാദവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരക്കാരെ കരുതിയിരിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ്. തലവേദനയ്ക്കായി മന്ത്രവാദി എന്ന് അവകാശപ്പെടുന്ന സ്ത്രീയെ സമീപിച്ച സ്വദേശി വനിതയുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരക്കാരെ സൂക്ഷിക്കണമെന്ന് ദുബായ് പോലീസിന്റെ കുറ്റാന്വേഷണ വിഭാഗം നഗരവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൂപ്പർ കപ്പ് സെപ്റ്റ് സെമിയിൽ. സൂപ്പർ കപ്പിൽ സെപ്റ്റ് അണ്ടർ 12 ടീം സെമിയിലെത്തി. ഇന്ന് 2:45 സെമിയിൽ ദക്ഷിണാഫ്രിക്കയുടെ ജാംബസ് ടീമുമായി സെപ്റ്റ് ഏറ്റുമുട്ടും. അവസാന ലീഗ് മത്സരത്തിൽ ദുബായ് സോക്കർ സർക്കസിനോട് 4-0 തോറ്റെങ്കിലും മികച്ച ഗോൾ ശരാശരിയുടെ ഫലത്തിലാണ് സെപ്റ്റ് സെമിയിലെത്തിയത് എന്നൊരു വാർത്ത ചിത്രസഹിതം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളിലെ ഗൾഫ് വാർത്താ പേജുകളിൽ ഇടം നേടിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. 2030 മറവി രോഗികൾ 657 ലക്ഷമാകും എന്നൊരു വാർത്ത ഗൾഫ് മാധ്യമത്തിലാണ് നൽകിയിരിക്കുന്നത്. 2030 ഡിമെൻഷ്യ ബാധിതരുടെ എണ്ണം 657 ലക്ഷമായി വർദ്ധിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 2050 ആവുമ്പോഴേക്കും ഇത് ഇപ്പോഴുള്ളതിന്റെ 3 മടങ്ങായി വർദ്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം മറവി രോഗം ബാധിച്ചവരുടെ എണ്ണം നിലവിൽ 356 ലക്ഷമാണ്. ഒപ്പം തന്നെ മറ്റൊരു വാർത്ത, ഫ്രാൻസിൽ പുതിയ ഭീകരതാ വിരുദ്ധ നിയമം. ഭീകരതയ്ക്കെതിരായ നടപടികൾ കർശനമാക്കുന്നതിനുള്ള സർക്കാർ നീക്കത്തിന് ഫ്രഞ്ച് മന്ത്രിസഭ അംഗീകാരം നൽകി. തീവ്രവാദത്തിന് പ്രചോദനമേകുന്ന വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതും വിദേശ രാജ്യങ്ങളിലെ ഭീകര പരിശീലന താവളത്തിൽ പോകുന്നതും നിരോധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പാർലമെന്റിന്റെ അംഗീകാരത്തിനായി പിന്നീട് വോട്ടിനിടും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കായിക വാർത്തകളിലേക്ക്. വീരൻ പൊള്ളാട്ട് എന്ന ക്യാപ്ഷനോടുകൂടി മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇപ്രകാരമാണ്. ഒടുവിൽ മുംബൈ ഇന്ത്യൻസ് കാത്തിരുന്ന സിക്സറുകൾ എത്തി. IPL തന്നെ മുൻനിര വെടിക്കെട്ടുകാരൻ കീറൻ പൊള്ളാട്ട് കത്തിക്കയറിയപ്പോൾ മുംബൈ 3ാം ജയം സ്വന്തമാക്കി. 2 തുടർ ജയങ്ങളുമായി എത്തിയ രാജസ്ഥാൻ റോയൽസിനെ അവർ 27 റൺസിന് തോൽപ്പിച്ചു എന്നൊരു വാർത്ത. ഒപ്പം തന്നെ പൊള്ളാടിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് എന്ന ക്യാപ്ഷനോടുകൂടി ചിത്രസഹിതം തന്നെയാണ് മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി സിറാജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത ഇപ്രകാരമാണ്. ശിവ ശിവ എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. കസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന ഏഷ്യൻ യോഗ്യതാ ബോക്സിംഗിൽ 56 കിലോ വിഭാഗത്തിൽ ഫൈനലിലെത്തിയ ശിവ താപ്പ ഒളിമ്പിക് യോഗ്യത നേടി. ഇതോടെ ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ബോക്സറായി ശിവ താപ്പ എന്നാണ് ആ വാർത്ത. അതേസമയം ശിവ താപ്പ ഒളിമ്പിക്സ് യോഗ്യത നേടി എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഗൾഫ് മാധ്യമത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സർ ശിവ താപ്പ ഒളിമ്പിക്സിന് യോഗ്യത നേടി. 56 കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്ന ശിവ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ഏഷ്യൻ യോഗ്യതാ മത്സരത്തിന്റെ സെമിയിൽ ജപ്പാന്റെ
സതോഷി സിമിസുവിനെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തിയതോടെയാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത്. ചിവോയെ കീഴടക്കി മിലാൻ മുന്നിൽ എന്നൊരു വാർത്ത സിറാജ് ദിനപത്രത്തിൽ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ചിത്രവും നൽകിയിട്ടുണ്ട്. ചിവോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കീഴടക്കി AC മിലാൻ ഇറ്റാലിയൻ സീരി എ ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. ശനിയാഴ്ച ഫിയോറന്റീനോയോട് 2-1 പരാജയപ്പെട്ട മിലാൻ ചീവോക്കെതിരെ നടത്തിയ തിരിച്ചുവരവ് ഇറ്റാലിയൻ ഫസ്റ്റ് ഡിവിഷൻ ഫുട്ബോളിനെ ആവേശകരമാക്കി. ഘാന മിഡ്ഫീൽഡർ സുലെ മുൻതാരയാണ് മിലാന്റെ വിജയ ഗോൾ നേടിയത്. തുടരെ 4 മത്സരങ്ങളിൽ ജയമില്ലാതെ ഉഴറിയ മിലാന് ഈ ജയം ആശ്വാസമായി എന്നാണ് ആ വാർത്ത. ചികിത്സ കഴിഞ്ഞെത്തിയ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിനെ കുറിച്ചുള്ള വാർത്തയും ഇന്നത്തെ പത്രങ്ങളിലെ കായിക വാർത്താ പേജിൽ ഇടം നേടിയിട്ടുണ്ട്. നന്ദി ദൈവത്തിന് യുവരാജ് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയിൽ ആ വാർത്ത നൽകിയിട്ടുള്ളത്. ജീവിതം തിരിച്ചു കിട്ടിയതിൽ ദൈവത്തിനാണ് നന്ദിയെന്ന് ഇന്ത്യൻ ക്രിക്കറ്റർ യുവരാജ് സിംഗ്. അപൂർവ അർബുദ രോഗത്തിനുള്ള ചികിത്സ അമേരിക്കയിൽ പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിനും ആരാധകർക്കും നന്ദി യുവരാജ് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ഗൾഫ് മാധ്യമത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് നന്ദി, എനിക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ച ആരാധകർക്കും നിറകണ്ണുകളോടെ പതിഞ്ഞ സ്വരത്തിൽ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് പറഞ്ഞു എന്നാണ് ആ വാർത്ത. ഇത്രയും വാർത്തകളാണ് ഇന്നത്തെ പത്രങ്ങളിലെ കായിക വാർത്താ പേജുകളിൽ ഇടം നേടിയിരിക്കുന്നത്. ഇനി ഖലീജ് ടൈംസ് ദിനപത്രത്തിലെ 1-ാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത ക്വാക്ക് ട്രിഗേഴ്സ് സുനാമി പാനിക്. Most of Asia was on the edge on Wednesday as a massive earthquake and equally strong aftershock struck off Indonesia's Sumatra island, triggering an Indian Ocean-wide tsunami alert and an exodus of panicked residents for high ground. ഇന്നലെ സുമാത്രയിലുണ്ടായ ഭൂചലനത്തെക്കുറിച്ചുള്ള വാർത്തയാണിത്. ദ നാഷണൽ ദിനപത്രത്തിലും ഇന്നലെ സംഭവിച്ച ഭൂചലനത്തെക്കുറിച്ചുള്ള വാർത്ത ചിത്രസഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഖലീജ് ടൈംസ് ദിനപത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന മറ്റൊരു വാർത്ത Peace Convention begins today. The second edition of the Dubai International Peace Convention begins today with the objective of sharing ideas and solutions that help cultivate a peaceful world in which the concepts of equality and moderation urged by the Islamic religion are respected. ദുബായിൽ ഇന്ന് രാജ്യാന്തര സമാധാന സംഗമം ആരംഭിക്കും എന്ന വാർത്തയാണത്. മറ്റൊരു വാർത്ത പേ യൂട്ടിലിറ്റി ബിൽസ് ബൈ മെഷീൻ ഇൻ ക്യാപിറ്റൽ. Only cash is accepted now. Credit card payment facility to be added later. എന്നൊരു വാർത്ത ഖലീജ് ടൈംസ് ദിനപത്രത്തിലാണ് നൽകിയിരിക്കുന്നത്. അബുദാബിയിൽ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബിൽ സെൽഫ് സർവീസ് പേയ്മെന്റ് മെഷീൻ വഴി അടയ്ക്കാം എന്നൊരു വാർത്തയാണത്. മറ്റൊരു വാർത്ത സെർച്ച് ഓൺ ഫോർ സ്ലെയിൻ ഗേൾ ആരുഷിസ് മദർ ലൈക്ലി ടു ബി അറസ്റ്റഡ്. ആരുഷി വധക്കേസിൽ ആരുഷിയുടെ അമ്മ നൂപുർ തൽവാറിനെ CBI ചോദ്യം ചെയ്യും എന്നൊരു വാർത്തയാണത്. ഖലീജ് ടൈംസ് ദിനപത്രത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്രയും വാർത്തകളാണ് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഇടം നേടിയിരിക്കുന്നത്. ഇന്നത്തെ ശ്രദ്ധേയമായ എഡിറ്റോറിയൽ ഗൾഫ് മാധ്യമം ദിനപത്രത്തിലാണ് നൽകിയിരിക്കുന്നത്. ക്ലീൻ ചിറ്റ് ആർക്ക് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് എഡിറ്റോറിയൽ നൽകിയിരിക്കുന്നത്. 2002 കുപ്രസിദ്ധമായ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല കേസിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായില്ലെന്നും അതിനാൽ കേസ് തീർപ്പാക്കണമെന്നും കാണിച്ച് പ്രത്യേക അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. വംശഹത്യ സംഭവ പരമ്പരകളിൽ മോഡിക്കും മറ്റ് 62 പേർക്കും പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഗുൽബർഗിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവ് ഇക്സാൻ ജാഫരിയുടെ വിധവ സഖിയ ജാഫരി സുപ്രീം കോടതിയിൽ നൽകിയ പരാതിയിൽ പരാമർശിക്കുന്ന ആർക്കെതിരെയും FIR ഫയൽ ചെയ്യാനാവശ്യമായ തെളിവ് ലഭിച്ചില്ലെന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നു. കലാപം ഇളക്കിവിടാൻ തക്ക ക്രിമിനൽ താൽപ്പര്യങ്ങൾ മോഡിക്ക് ഉണ്ടെന്ന് പറയാൻ തെളിവില്ലെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച നിഷ്ക്രിയത്വമോ അലംഭാവമോ ശിക്ഷാർഹമായി ഗണിക്കപ്പെടുകയില്ലെന്നുമാണ് SITയുടെ വിലയിരുത്തലെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തിയ അഹമ്മദാബാദ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചു. മോഡിക്കും സർക്കാർ സംവിധാനത്തിനുമെതിരെ ഉയർന്ന 32 ആരോപണങ്ങൾ പരിശോധിച്ച സംഘം അവയ്ക്കൊന്നിനും മതിയായ തെളിവില്ലെന്നാണ് കണ്ടെത്തിയത്. നാളത്തെ പത്രവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.